ഒരു മെന്റലി ഒരു വ്യക്തിക്ക് ഒരു സ്വത്ത് ദൈവികമായി സമർപ്പിക്കാൻ തീരുമാനിച്ചാൽ അതെനിക്ക് ക്ഷേത്രത്തിന് വേണ്ടി സമർപ്പിക്കാം, ചർച്ചിന് സമർപ്പിക്കാം, അത് മോസ്കിന് വേണ്ടി സമർപ്പിക്കാം. ആ സമർപ്പണം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ചിന്തയാണ്. വെറുതെ ഷൈൻ ചെയ്യാൻ വേണ്ടി മണ്ടത്തരം എഴുന്നള്ളിക്കല്ലേ. മതസ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ പ്രോപ്പർട്ടി ഓൺ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള മൗലികാവകാശം ഉണ്ട് എന്നിരിക്കെ മുസ്ലിം മതവിഭാഗത്തിന്റെ അത്തരം ഒരു അവകാശത്തിന്റെ മുകളിൽ സർക്കാർ കടന്നു കയറേണ്ട എന്താവശ്യമുണ്ട്? ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ. അഭിലാഷെ, കേൾക്കാനൊക്കെ വളരെ രസമാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ ഈ ഫ്രീഡം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് വളരെ ആർട്ടിക്കിൾ 15 പ്രകാരം നമുക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. പക്ഷേ എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് വരെ ഉള്ളൂ. എൻ്റെ മേലേക്ക് കുതിര കയറാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കോ, നിങ്ങളുടെ മേലേക്ക് കുതിര കയറാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കോ ഇല്ല. പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ നമുക്ക് മനസ്സിലായി. നാട്ടിൽ തിരുച്ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിന്റെ പേര് അങ്ങനെയാണെന്ന് തോന്നുന്നു. അതിനകത്ത് എനിക്ക് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവുന്നില്ല എന്നുള്ളൂ. ആ ഒരു ഗ്രാമം പരിപൂർണമായിട്ടും വഖഫിന്റെ പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് അയക്കപ്പെടുകയുണ്ടായി. ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ എത്രയോ തലമുറകളായിട്ട് അവിടെ ജീവിക്കുന്ന ആൾക്കാർ, 2-3 തലമുറകളായിട്ട് അവിടെ ജീവിക്കുന്ന ആൾക്കാർ അപ്പം തന്നെ അവിടെ ഉണ്ട്. അവർക്ക് വില്ലേജ് ഓഫീസിൽ പോയിട്ട് അവരുടെ ഒരു വസ്തു ക്രയവിക്രയം ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് ആ ഗ്രാമത്തിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾ ഇന്നും പറയാൻ തയ്യാറാവും. അത് പിന്നെ 1000 വർഷത്തിന് മുകളിലായിട്ട് അവിടെ ഒരു ക്ഷേത്രം നിലനിൽക്കുന്നുണ്ട്. ആ ക്ഷേത്രത്തിനകത്ത് ആ ക്ഷേത്രം എപ്പോഴാണ് പണിഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് ചോള രാജാക്കന്മാരുടെ കാലഘട്ടം മുതൽ പണിഞ്ഞു വെച്ചിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ വഖഫ് ബോർഡ് പറയുകയാണ് ഈ ഗ്രാമം പരിപൂർണമായിട്ട് ഞങ്ങളുടേതാണെന്ന്. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടത്തിലൊന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? ആ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് കോടതിയിൽ പോകാൻ അവകാശമില്ല, വില്ലേജ് ഓഫീസിൽ പോകാൻ അവകാശമില്ല, എങ്ങും പോകാൻ അവകാശമില്ല. ഞാൻ ഇന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് എൻ്റേതാണ് എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വഖഫ് ബോർഡിൻ്റെ മുമ്പിലേക്ക് പോകണം. വഖഫ് ബോർഡിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ ചെലവിൽ ഞാൻ അവിടെ പോയിട്ട് പ്രൂവ് ചെയ്യണം ഇത് വഖഫിൻ്റെ പ്രോപ്പർട്ടി അല്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വഖഫിൻ്റെ പ്രോപ്പർട്ടി ആകുന്ന എന്താണ്, അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഷുഗർ കോട്ട് ചെയ്തൊക്കെ പറഞ്ഞു, ഒരാളുടെ ചിന്തയാണ് എന്നൊക്കെ പറഞ്ഞു. വേലത്തിലൊന്നും എന്നോട് വേണ്ട. ചിന്തയാണ് എന്ന് പറയുന്നത് തന്നെയാണ് പ്രശ്നം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഓറലി അങ്ങ് പറഞ്ഞു എന്നങ്ങ് സ്ഥാപിച്ചാൽ മതി. അതായത് ഇപ്പോൾ അഭിലാഷ് പറയുകയാണ്, എന്താണ് അഭിലാഷ് പറഞ്ഞു എന്ന് അഭിലാഷിൻ്റെ ഒരു പേരക്കുട്ടിയോട് പോയിട്ട് പറയാണ്, അഭിലാഷ് അന്ന് പറഞ്ഞിരുന്നു എന്താണ്, ഈ പ്രോപ്പർട്ടി വഖഫിന് തരാമെന്ന് പറഞ്ഞിരുന്നു, രേഖ വേണ്ട, ഡീഡ് വേണ്ട, ഒന്നും വേണ്ട, നിങ്ങളുടെ ചിന്ത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മാത്രം മതി. വളരെ നല്ല ഒരു നിയമമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ പറയുന്ന അല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. ഇല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. കാര്യങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്യാൻ നിയമനിർമ്മാണം നടത്താം. പക്ഷെ ഇവിടെ കളക്ടർ ആ തീരുമാനം എടുക്കുന്നത് വരെ, യുവരാജ് ആ ഡിസ്പ്യൂട്ട് ഉന്നയിച്ച സമയം മുതൽ കളക്ടർ ആ തീരുമാനം എടുക്കുന്നത് വരെ ഈ പാളയം പള്ളി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മസ്ജിദ് അത് വഖഫ് പ്രോപ്പർട്ടി അല്ലാതാവുകയാണ്. എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു സമൂഹത്തെ എങ്ങനെയാണ് ബാധിക്കുക? എനിക്ക് മനസ്സിലായില്ല. ഞാൻ നാളെ രാവിലെ പോയിട്ട് ഒരു രേഖയും ഹാജരാക്കാണ്ട് ഇതെന്റെ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്ത് ഏത് പ്രോപ്പർട്ടിയാണ് അല്ലല്ല ഫ്രോഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അഭിലാഷ് ഇത് വളച്ചൊളിച്ച് അവതരിപ്പിക്കരുത്. അങ്ങനെയൊന്നും അല്ല. വഖഫ് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. കളക്ടർ റവന്യൂ രേഖകൾ നോക്കി ഇത് പള്ളിയുടെ പ്രോപ്പർട്ടി ആണെന്ന് ആ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്നത് വരെ, ആ നിമിഷം വരെയും അത് വഖഫ് പ്രോപ്പർട്ടി അല്ലായിരിക്കും, അല്ലെങ്കിൽ വഖഫ് പ്രോപ്പർട്ടി എന്ന സ്റ്റാറ്റസ് ആ പ്രോപ്പർട്ടിക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് നിയമം. അഭിലാഷെ, പ്രോപ്പറായിട്ടുള്ള രേഖകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കളക്ടർക്ക് ഒരു വിഷയത്തിൽ തീരുമാനം എടുക്കാൻ വേണ്ടി 5-10 മിനിറ്റ് മാത്രം മതി. അതും കയ്യിന്ന് പോയി. ഇത് എന്താണ്, ഒരു ചിന്തയിൽ നിന്നുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം നേരത്തെ മുഹമ്മദ് ഷാ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു രേഖകൾ, ഇപ്പൊ പാളയം മസ്ജിദിന്റെ കാര്യം അങ്ങ് പറഞ്ഞു, തൊട്ടടുത്തിരിക്കുന്ന അമ്പലം നാളെ ഈ മസ്ജിദ് പറയുകയാണ്, അല്ലെങ്കിൽ വഖഫ് ബോർഡ്, മസ്ജിദിന്റെ അല്ല വഖഫ് ബോർഡ് പറയുകയാണ് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അത് അമ്പലത്തിൻ്റെതല്ലാണ്ടായിട്ട് മാറിയെന്നേ. അതിപ്പോ ദേവസ്വം ബോർഡിന്റെ അല്ലാണ്ടായിട്ട് മാറി. നേരെ മറിച്ച് അമ്പലം പറയണം ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ. കൂടിപ്പോയാൽ നമുക്ക് കളക്ടർ അടുത്ത് പോവാം, അതിൻ്റെ അപ്പുറത്ത് കോടതിയിൽ പോവാം, വ്യവഹാരങ്ങളിലേക്ക് പോകാം, എല്ലാം പോകാം. വഖഫ് ബോർഡ് പറയണം ഈ അമ്പലം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ കോടതിയിൽ പോകണ്ട, കളക്ടറുടെ അടുത്ത് പോകണ്ട, ആരുടെ അടുത്തും പോകണ്ട. വഖഫ് ബോർഡിന്റെ അടുത്ത് പോയിട്ട് ഈ പറയുന്ന അമ്പല കമ്മിറ്റിക്കാരിരിക്കണത് ഞങ്ങളുടേതാണ് കേട്ടോ, നിങ്ങളുടേതല്ല കേട്ടോ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്,
ഈ വഖഫിന്റെ നിയമങ്ങളിൽ വഖഫ് ചെയ്യാം എന്നൊക്കെ പറയുന്നതിന്റെ നിയമങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കാലങ്ങളായിട്ട് റിലീജിയസ് പ്രാക്ടീസ് അനുവദിച്ചു വരുന്ന സ്ഥലങ്ങളെയൊക്കെയും വഖഫ് ബോർഡിന് കയറിയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത്. നാളെ പുത്തരിക്കണ്ട മൈതാനത്ത് എത്രയോ വർഷങ്ങളായിട്ട് ഈദ്ഗാഹ് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ റിലീജിയസ് ആക്ടിവിറ്റി അവിടെ നടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പുത്തരിക്കണ്ട മൈതാനം ഞങ്ങളുടേതാണെന്ന് അവർ ക്ലെയിം ചെയ്താൽ എന്ത് ചെയ്യും? അങ്ങനെ ഇതുവരെ നമാസ് നടന്നിട്ടുള്ള എത്ര മൈതാനങ്ങൾ ഇത്തരത്തിൽ വഖഫ് പ്രോപ്പർട്ടി ആയിട്ടുണ്ട്? കേൾക്കട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ. ദ്വാരകയില് 2 ഐലൻഡ് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞിട്ട് അവർ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണെന്ന് തോന്നുന്നു, മുനിസിപ്പൽ കോർപ്പറേഷൻ ഇരിക്കുന്ന ബിൽഡിംഗ്, മെയിൻ ബിൽഡിംഗ് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എത്രയോ ക്ലെയിം നടന്നിരിക്കുന്നു. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. തിരൂരിനടുത്തിട്ടുള്ള അറയ്ക്കൽ ഭഗവതി ക്ഷേത്രം, അറയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിന് ഒരു ദിവസം അങ്ങ് നോട്ടീസ് വരികയാണ്, ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞിട്ട്. 2013 മുൻപ് നോട്ടീസ് കിട്ടിയത് കൊണ്ട് മാത്രം അതിന്ന് കോടതിയിൽ നിൽക്കുകയാണ്. 2013 ശേഷമാണ് ആ നോട്ടീസ് വന്നിരിക്കുന്നത്. 2013 കോൺഗ്രസ് ഗവൺമെന്റ് ആണ് ഈ പറയുന്ന അമെന്റ്മെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ഒരു 2013 ശേഷമാണ് ആ നോട്ടീസ് വന്നിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർക്ക് ഈ പറയുന്ന പോലെ വഖഫിന്റെ അടുത്ത് പോയിരിക്കേണ്ടി വന്നേനെ. ഇപ്പൊ ഞാൻ അഭിലാഷ് ചോദിച്ചല്ലോ എവിടെയാണ് ക്ലെയിം ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചല്ലോ. അഭിലാഷ ഞാൻ വളരെ കൃത്യമായിട്ടൊരു ഉദാഹരണം പറഞ്ഞു തന്നു. കയ്യിന്ന് പോയടാ ചാർലി. തമിഴ്നാട്ടിൽ തിരുച്ചെന്തൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമം മുഴുവനായിട്ട് ഞങ്ങളുടെ ക്ഷേത്രം ഉൾപ്പെടെ. ജിജു ഇന്ന് പാർലമെന്റിലും പറഞ്ഞു ഒരു രക്ഷയില്ല മുതലാളി, അവൻ അമ്പിന് ബില്ലിന് കൊടുക്കുന്നില്ല. ചോദ്യം ഗോകുലിനോട് ചോദിക്കുകയാണ്, ദേവസ്വം ബോർഡിന്റെ ഭരണത്തിലേക്ക് 2 മുസ്ലിങ്ങളും 2 ക്രിസ്ത്യാനികളും ഉണ്ടാകൽ നിർബന്ധമാണ് എന്നൊരു നിയമം ഉണ്ടാക്കിയാൽ യുവരാജ് ഗോകുൽ BJP വക്താവ് അതിനെ പിന്തുണയ്ക്കുമോ? എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. താങ്കൾക്ക് മറുപടി വരാം. ദേവസ്വം ബോർഡിന് ഏതെങ്കിലുമൊക്കെ ഒരു പള്ളിയുടെ സ്ഥലം പോയിട്ട് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പള്ളിയുടെ ഉത്തരവാദിത്വമായിട്ട് മാറും, അത് ഞങ്ങളുടേതല്ല എന്ന് പ്രൂവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നാട്ടില് ഹിന്ദുവിന്റെയോ മുസൽമാന്റെയോ ക്രിസ്ത്യാനിയുടെയോ സിഖുകാരന്റെയോ ആരുടെ ഭൂമി ആയിരുന്നാലും ദേവസ്വം ബോർഡ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ക്ലെയിം ചെയ്യുകയാണ് ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്ത് കഴിയുമ്പോൾ അത് പ്രൂവ് ചെയ്യേണ്ടതിന്റെ തീർച്ചയായിട്ടും അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിന്റെ മുമ്പിൽ വന്ന് കരഞ്ഞ് വെളിയിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദേവസ്വം ബോർഡിനകത്ത് പരിഗണിക്കാവുന്നതാണ്. നിലവിൽ ദേവസ്വം ബോർഡിന് അങ്ങനെയുള്ള റൈറ്റുകളില്ല, അവകാശങ്ങളില്ല, ആരുടെയും ക്ലെയിം ചെയ്യാനുള്ള യാതൊരു റൈറ്റും ഇല്ല. ഇപ്പൊ നോക്കൂ, താങ്കൾ എന്റെ പ്രോപ്പർട്ടിയിൽ അങ്ങനെ ഒരു ഇത് വഖഫാണെന്ന് പറഞ്ഞ ക്ലെയിം നടത്തിയാൽ നമ്മൾ തമ്മിൽ ഒരു സിവിൽ ഡിസ്പ്യൂട്ട് ആയി, അത് കേസായി. അതിപ്പോ പള്ളിയുടെ കാര്യത്തിൽ മാത്രമാണോ? താങ്കൾക്കല്ല, അഭിലാഷേ ഞാൻ ചോദിക്കുന്നത്, കേസ് ഫയലിൽ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ട് ഒരു രേഖ കൊണ്ട് കൊടുക്കണ്ടേ? മണ്ടൻ, മരമണ്ടൻ. അല്ലാണ്ട് വെറുതെ ഞാൻ കോടതിയിൽ പോയിട്ട് നാളെ അഭിലാഷിന്റെ വീട് എന്റെ വീടാണെന്ന് ഞാൻ പോയിട്ട് അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ കോടതി കേസ് ഫയലിൽ സ്വീകരിക്കുമോ? എനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് അങ്ങനെ പോയി പറയാനുള്ള റൈറ്റ് ഉണ്ടോ? എങ്കിൽ എന്തത് വായിൽ നാവണ്ടോന്ന് നോക്കിയതാ. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം, എന്റെ ഭാര്യ വീട്ടിൽ ഒരു കുടുംബക്ഷേത്രം ഉണ്ട്. ആ കുടുംബക്ഷേത്രം തൊട്ടടുത്തുള്ള ക്ഷേത്രം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ആർക്കും പറ്റും, അതൊക്കെ ആർക്കും പറ്റും. അത് രേഖകൾ ഹാജരാക്കി കോടതിയിൽ തെളിയിക്കുക. തിരിച്ചു ചോദിക്കുകയാണ്, താങ്കളുടെ ആ കുടുംബക്ഷേത്രം വെറുതെ കോടതിയിൽ പോയിട്ട് ഇത് ഞങ്ങളുടേതാണെന്ന് പറയുകയാണോ ചെയ്തത്, അതോ രേഖകളുമായിട്ട് പോവുകയാണോ ചെയ്തത്? അല്ല, രേഖകളെന്ന് അവകാശപ്പെടുന്നത് ഉത്തരവുണ്ട്. ഒന്ന്, അത് കോടതിയിലല്ലേ പോയിരിക്കുന്നത്. ഇപ്പോ ഈ പറയുന്ന ക്ഷേത്രം കംപ്ലീറ്റ് ചെയ്യട്ടെ. ക്ഷേത്രം പോയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് ഒരു ക്ഷേത്രം പറഞ്ഞിട്ട് കേസ് എവിടെയാ പോയിരിക്കുന്നത്? കോടതിയിൽ. അല്ലാണ്ട് ഇപ്പൊ ഒരു പർട്ടിക്കുലർ ബിയോട് പറയാണ് ബി ഇരിക്കുന്ന പ്രോപ്പർട്ടി ഞങ്ങളുടേതാണെന്ന് പറയുമ്പോ ബി പിറ്റേ ദിവസം രാവിലെ ഈ ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ മുമ്പിൽ വന്നിട്ട് അയ്യോ ഇത് ഞങ്ങളുടേതാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന സാഹചര്യമല്ലല്ലോ ഇരിക്കുന്നത്. നാട്ടിലൊരു സംവിധാനമുണ്ട്, ആ സംവിധാനത്തിന്റെ മുമ്പിൽ പോയിട്ട് ഭരണഘടന എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ആ ഒരു പ്രോസസ്സിലൂടെയാണ് അത് കടന്നു പോകുന്നത്. വഖഫിനെ സംബന്ധിച്ചിടത്തോളം വഖഫാണ് ഇത് പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയിലല്ല പോകേണ്ടി വരുന്നത്. നിങ്ങൾക്ക് പകരം ഈ വഖഫ് ബോർഡിന്റെ മുമ്പിൽ വന്നിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്വമായിട്ട് മാറുകയാണ്. എന്താണ് ശിശുപാലൻ ചേട്ടൻ എനിക്കൊരു സോഡ വാങ്ങിച്ചോണ്ടോ? കുറച്ച്
എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ക്ലെയിം? അവര് പോകണം, അവിടെയാണ് പ്രശ്നം. ശരി. See, എനിക്കിപ്പോ നിങ്ങളുടെ ഭൂമി വേണം എന്നുണ്ടെങ്കിൽ ഞാൻ രേഖയുമായിട്ട് നിങ്ങളുടെ പിറകിൽ വരണം, അധികാരികളുടെ അടുത്ത് പോകണം. ഇവിടെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഭൂമി നിങ്ങൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാല് നിങ്ങളല്ല പോകേണ്ടത്, നിങ്ങളുടെതാണെന്ന് പറഞ്ഞു. പകരം എന്റേതാണെന്ന് പ്രൂവ് ചെയ്യാൻ ഞാൻ കയറി ഇറങ്ങി നടക്കണം. ശരി, അതും ശരിയാ. പക്ഷേ വഖഫ് സ്ഥാപനങ്ങളുടെ CEO ആയിട്ട് മുസ്ലിമേതരരെ നിയമിക്കണമെന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ അബ്ദുൾ ഷുക്കൂറിനെയും ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് മുഹമ്മദ് ബീരാനെയും നിയമിക്കുക എന്നുള്ളത് പോലെയാണ്. എന്തിനാണ് മുസ്ലിം മതസ്ഥരുടെ സ്ഥാപനങ്ങളിൽ ഇതര മതസ്ഥരെ അതിന്റെ CEO ആയിട്ടും അതിന്റെ ബോർഡ് അംഗങ്ങളും ഒക്കെ ആക്കി വെക്കുന്നത്? ഇത് ഇവിടെ നിങ്ങളുടെ പള്ളിയിലെ ആചാരപരമായ കാര്യങ്ങളിലോ അവിടുത്തെ പ്രധാന മൗലവിയോ തീരുമാനിക്കാനോ അല്ലല്ലോ ഇങ്ങനെ ഒരു സമ്മതി വന്നിരിക്കുന്നത്. താങ്കൾക്കും അറിയാം അത് അങ്ങനെയല്ല എന്നുള്ള കാര്യം. ലാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്പ്യൂട്ടുകളെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇത്തരത്തിലൊരു കമ്മിറ്റി ഉണ്ടാകുന്നതും ആ കമ്മിറ്റിയുടെ മുമ്പിലേക്ക് ആ കമ്മിറ്റി ഫോം ചെയ്യപ്പെടുന്നത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.